അപ്പോൾ ലാസിക്കും ഐസിയിലുമായിട്ട് ബന്ധപ്പെട്ട് ഉം. വളരെ വിശാലമായിട്ട് തന്നെ ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പം ഇതിൽ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസും ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഈ രണ്ടിൽ ഏത് സർജറി കഴിഞ്ഞാലും നമുക്ക് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാമല്ലോ അല്ലേ? അതിലൊരു വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ കന്നഡ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുന്നത്, ഒന്ന് കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യും, ഏകദേശം റിഫ്രാക്റ്റ് എറർ ഉണ്ടോ എന്നുള്ളതും ഏകദേശം പവർ എത്ര എന്നുള്ളതും കമ്പ്യൂട്ടർ ഈ വിഷൻ ടെസ്റ്റിങ്ങിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മൾ മാനുവലി ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു തകരാറ് വെച്ചുള്ള പവർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ ഗ്ലാസ് ആണോ നല്ലത്, ആ ഗ്ലാസ് ആണോ നല്ലത്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് എക്സാമിൻ ചെയ്യുന്ന ആൾക്കും ചെയ്യപ്പെടുന്ന ആൾക്കും ഓക്കെ നമ്മളെ കണ്ണ് നോക്കുകയാണെങ്കിൽ നമ്മൾക്കും ആരാണോ ടെസ്റ്റ് ചെയ്യുന്നത് അവർക്കും രണ്ടുപേർക്കും ഒരേപോലെ ക്ഷമ ഉണ്ടാവണം. എന്നാൽ മാത്രമേ പവർ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ക്ഷമ എക്സ്പീരിയൻസ് ഇതിൽ മെയിൻ ഫാക്ടറാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ അപാകത വന്നു കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ കാണും, പക്ഷേ കണ്ണട വെക്കുമ്പോൾ കാഴ്ച കിട്ടില്ല. അവർ തലവേനയും കണ്ണുവേനയും പ്രയാസമായിട്ട് ഇങ്ങനെ നടക്കും. അവർ വിചാരിക്കും ഇത് കാഴ്ച തകരാറ് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ് വിചാരിക്കും, പക്ഷേ ചിലപ്പോൾ പവർ വ്യത്യാസപ്പെട്ടതാവാം. അപ്പോൾ അതാണ് അതിൽ വിഷയം. പിന്നെ അതിൽ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് ഒഴിവാക്കിയിട്ട് വേറെ കണ്ണട വാങ്ങാം, കുറച്ച് കാശേ പോകുള്ളൂ അല്ലേ? ഓക്കെ, കോൺടാക്ട് ലെൻസ് അതേപോലെ പവർ മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ എടുത്ത് ഒഴിവാക്കാം. ബട്ട് ലാസിക് എന്ന് പറഞ്ഞാൽ വൺ ടൈം പ്രൊസീജിയറാണ്. ആ ചെയ്ത പിന്നില്ല, പിന്നെ അത് എന്താ പറയുക, റീടേക്ക് ഇല്ല. കാരണം കണ്ണിനെ കോർണിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തു, പിന്നെ തിരിച്ചോട്ട് ഒട്ടിക്കാനും കഴിയില്ല. ഓക്കെ, അതാണ് എല്ലാ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് അത്രയും അക്യുറേറ്റായിട്ട് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതിന് മെഷർമെൻ്റ് എടുക്കും, അത് അതിൽ പാളിച്ചകൾ വരാറില്ല. കാരണം അത്രയും അക്യുറേറ്റുള്ള മെഷീനാണ് ഇതിലുണ്ടാവുക. കാരണം അത് ഈ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഏകദേശം എത്ര കനം കട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ആശാരി മേശ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കാല് വെക്കുമ്പോൾ കാലിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ അയാൾ കറക്റ്റ് അളന്ന് നോക്കും, എന്നിട്ട് കറക്റ്റ് അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇംപ്ലാന്റബിൾ കോൺടാക്ട് ലെൻസിലും കാറ്ററാക്ട് സർജറിയിലും നോർമൽ കാറ്ററാക്ട് സർജറിയിലും ഇംപ്ലാന്റബിൾ കോൺടാക്ട് ലെൻസ് വെക്കുമ്പോഴും ഉള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പവർ, ഇപ്പോൾ നമുക്ക് കണ്ണടയിലൊരു പവറുണ്ട്, അതുപോലെ കോൺടാക്ട് ലെൻസിൻ്റെ പവർ ഉണ്ടാവും, ഈ കണ്ണിനകത്ത് വെക്കുന്ന ലെൻസിന് പവർ ഉണ്ടാവും. ആ പവർ നമ്മൾ ഒരു സ്കാനിങ്ങിലൂടെ, ബയോമെട്രിക് എന്ന് പറയുന്ന സ്കാനിങ്ങിലൂടെ തന്നെ കണ്ടെത്തുക. ആ സ്കാനിങ്ങിൻ്റെ വാല്യൂ കറക്റ്റ് ആവാനുള്ള സാധ്യത 99.3% കറക്റ്റായിരിക്കും. വിരളമായിട്ട് ചിലർക്ക് വ്യത്യാസപ്പെടും. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് വളരെ വിരളമായിട്ട് ചില ആൾക്ക് ആ ഒരു ഹതഭാഗ്യം ഉണ്ട് തന്നെ പറയാം, ഇല്ല എന്ന് പറയാം. 100% നമ്മൾ ഇല്ലാത്ത വാഗ്ദാനം ഒരിക്കലും പറയാറില്ല. അതിൻ്റെ കാരണം ഈ ലെൻസ് പിന്നീട് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതിനെ അനുബന്ധിച്ചിരിക്കും. നമ്മൾ കണ്ണിനകത്തുള്ള ലെൻസ് ഒരു 3 മുതൽ 5 മില്ലിമീറ്റർ വരെയൊക്കെ തിക്നെസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ കണ്ണിനകത്ത് ഫിറ്റ് ചെയ്യുന്ന ലെൻസ് 1 മില്ലിമീറ്റർ തിക്നെസ് പോലും ഉണ്ടാവില്ല. അത് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ആ ഒരു തിക്നെസ് വ്യത്യാസം ഉണ്ടല്ലോ, അത് പോയിട്ട് നിൽക്കുന്നത് ആ സ്പേസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു തടിമാടം പോയ സ്പേസിലേക്ക് ഒരു എന്നെപ്പോലെ മെലിഞ്ഞൊരാൾ പോയി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പോൾ ഒരു വാതിലിൻ്റെ അവിടെ പോകുമ്പോൾ അത് കാറ്റത്ത് ആടുകയാണെങ്കിൽ അവിടെ പോയി തട്ടുമല്ലോ. അപ്പോൾ അതേപോലെ ഇത് ഒരു സ്പേസിൽ പോയി നിൽക്കണം. സാധാരണഗതിയിൽ അത് ഈ ഇതിൻ്റെ ക്യാപ്സ്യൂൾ വിശമായിട്ട് പിന്നീട് കാറ്ററാക്ട് സർജറിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ ക്യാപ്സ്യൂളിൽ പോയിട്ട് ഒട്ടി നിൽക്കുകയാണ് ചെയ്യാറ്. യൂഷ്വലി അതാണ് നമ്മൾ പൊസിഷൻ. അത് അവിടെയാണ് നിൽക്കുക എന്നുള്ള അസംഷനിലാണ് നമ്മളിതിൻ്റെ പവർ തീരുമാനിക്കുക. അപ്പോൾ അത് കറക്റ്റ് അതേപോലെ തന്നെ ആയിക്കോണം എന്നില്ല, ഒന്ന്. രണ്ടാമത്തത്, ഈ ലെൻസിൻ്റെ പുറകിൽ വിട്രിയസ് എന്ന് പറയുന്നൊരു ജെല്ലുണ്ട്. ആ ജെല്ല് ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് തള്ളി വരാം സർജറി കഴിഞ്ഞാൽ മുമ്പ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു വാതിൽ ഇവിടുന്ന് അകത്തുനിന്ന് പുറത്തുനിന്ന് തള്ളി പിടിക്കുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള തള്ളൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അകത്തുനിന്ന് തള്ളൽ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് തള്ളി വരും എന്നുള്ള അവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ അതേപോലെ ഈ കണ്ണിൻ്റെ വലിയൊരു ഫാക്ടർ ഒരു എന്താ പറയുക, സ്പേസ് അവിടെ നിന്ന് പോരാണ്. അപ്പോൾ അവരും ബാക്കിൽ ഫോഴ്സ് കുറച്ച് മുന്നോട്ട് തള്ളി വരാം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ചെറിയ മാറ്റം വരാം. 1 മില്ലിമീറ്റർ 1/2 മില്ലിമീറ്റർ മാറിയാൽ തന്നെ ഭയങ്കര പവറിൽ വ്യത്യാസം വരും കണ്ണിനകത്ത്. അതുകൊണ്ട് ആ ഒരു പ്രൊഡിക്ഷൻ ഇതിൽ നമുക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ചില ആൾക്ക് ഈ ഒരു ലെൻസ് കണ്ണിനകത്ത് ലെൻസ് വെക്കുമ്പോൾ ചിലപ്പോൾ വളരെ കുറഞ്ഞ ആൾക്ക് ചിലപ്പോൾ പവറിൽ വ്യത്യാസം വരാറുണ്ട്. അത്തരം അവസ്ഥയിൽ നമുക്ക് വീണ്ടും കണ്ണട വെക്കേണ്ടി വരും. ലാസിക്കും ഇതേപോലെ തന്നെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയും, കറക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയും. ആ പ്രൊഡിക്ഷൻ കറക്റ്റും ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തില്ല, 100% ചിലപ്പോൾ കണ്ണട ഒഴിവാക്കാൻ പറ്റിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു, കണ്ണിൻ്റെ കോർണിയൻ്റെ തിക്നെസ് കുറച്ചിട്ടുള്ള ചെയ്യുന്ന ഏർപ്പാടാണ്. ഒരു പരിധിയിലപ്പുറം തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ തീരുമാനമാകും. അതുകൊണ്ട് ഒരു പരിധിയിലപ്പുറം കുറക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ 2 മില്ലി എടുത്ത് അല്ലെങ്കിൽ ഒരു 2 മൈക്രോൺ എടുത്തു കഴിഞ്ഞാൽ ഇത്ര കറക്ഷൻ വരും എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ആ ഒരു പരിധിയിലപ്പുറം നമുക്ക് കുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭയങ്കര പവറുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ലാസിക് സജസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയണമെങ്കിൽ നമ്മളെന്ന് പറയും ഇതിൻ്റെ പുറമെ
നിങ്ങൾ കണ്ണടയും വെക്കേണ്ടി വരും. കാരണം ഫുൾ പവർ നമുക്കിതിൽ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും.